Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലെ ഏതാനും എക്സസൈസസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നേരെ നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ എക്സസൈസ് വരുന്നത് ഡിവൈഡ് ദ ഫോളോയിങ് സെന്റൻസസ് ഇൻടു സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്നുള്ളതാണ്. താഴെ പറയുന്ന സെന്റൻസുകളെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് വേർതിരിക്കാം. ഒന്നാമത്തേത് ബേർഡ്സ് ഫ്ലൈ. ബേർഡ്സ് എന്നുള്ളത് സബ്ജക്റ്റ്, ഫ്ലൈ എന്നുള്ളത് പ്രെഡിക്കേറ്റ്. നോക്കൂ, ഈ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗത്തിനാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയാം. രണ്ടാമത്തേത് ചിൽഡ്രൻ സിങ്. ചിൽഡ്രൻ എന്നുള്ളത് സബ്ജക്റ്റ്, സിങ് എന്നുള്ളത് പ്രെഡിക്കേറ്റ്. ഡോഗ്സ് ബാർക്ക് ലൗഡ്. ഡോഗ്സ് എന്നുള്ളത് സബ്ജക്റ്റ്, ബാർക്ക് ലൗഡ് എന്നുള്ളത് പ്രെഡിക്കേറ്റ്. മെനി വിമൺ ലൈക്ക് ടു റൈഡ് ബൈക്സ്. മെനി വിമൺ എന്നുള്ളത് സബ്ജക്റ്റ്, ലൈക്ക് ടു റൈഡ് ബൈക്സ് എന്നുള്ളത് പ്രെഡിക്കേറ്റ്. certain animals can live both in land and water. ഇതിൽ certain animals എന്നുള്ളത് സബ്ജക്റ്റ്, can live both in land and water എന്നുള്ളത് പ്രെഡിക്കേറ്റ്. most children of the present generation are kind to animals. ഇതിൽ മോസ്റ്റ് ചിൽഡ്രൻ ഓഫ് ദി പ്രസന്റ് ജനറേഷൻ എന്നുള്ളത് സബ്ജക്റ്റ്, അതിനുശേഷം വരുന്ന ആർ കൈൻഡ് ടു ആനിമൽസ് എന്നുള്ളത് പ്രെഡിക്കേറ്റ്. നോ വൺ ലൈക്സ് ടു ബി ഷൗട്ടഡ് അറ്റ്. നോ വൺ എന്നുള്ളത് സബ്ജക്റ്റ്, ലൈക്സ് ടു ബി ഷൗട്ടഡ് അറ്റ് എന്നുള്ളത് പ്രെഡിക്കേറ്റ്. ഇനി അടുത്തത് കാറ്റഗറൈസ് ദ സെന്റൻസസ് ആസ് ഡിക്ലറേറ്റീവ്, അസേർട്ടീവ്, ഇംപെരേറ്റീവ്, എക്സ്ക്ലമേറ്ററി ആൻഡ് ഇൻട്രോഗേറ്റീവ്. ഈ തരത്തിൽ ചോദ്യങ്ങളെ താഴെ പറയുന്ന സെന്റൻസുകളെ തരംതിരിക്കാം. ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്റ്റേറ്റ്മെന്റുകൾ, പ്രസ്താവനകൾ. ഇംപെരേറ്റീവ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റും കമാൻഡും. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ആശ്ചര്യം. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ്. ഹൂ ടോട്ട് യു ഗ്രാമർ. ഇത് ഇൻട്രോഗേറ്റീവ് ആണ്, ക്വസ്റ്റ്യൻ. ദേ വിൽ കം, വോണ്ട് ദേ. ഇതും ഇൻട്രോഗേറ്റീവ് ആണ്, കാരണം ക്വസ്റ്റ്യൻ ടാഗ്. വാട്ട് എ ഡേ. ഇത് എക്സ്ക്ലമേറ്ററി ആണ്, ആശ്ചര്യം. ഓൾ ദ ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇത് ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് ആണ്. എ മാൻ ഹു ഈസ് ക്രൂവൽ ടു ആനിമൽസ് cannot be kind to humanity. ഇതും ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് ആണ്. പ്ലീസ് ഷട്ട് ദ വിൻഡോ. ഇത് ഇംപെരേറ്റീവ് ആണ്, ദാറ്റ് ഈസ് റിക്വസ്റ്റ് ഓർ കമാൻഡ്. സ്റ്റോപ്പ് ദർ. ഇതും ഇംപെരേറ്റീവ് ആണ്, റിക്വസ്റ്റ് ഓർ കമാൻഡ്. ഹെൽപ്പ് ഹെർ പ്ലീസ്. ഇതും ഇംപെരേറ്റീവ് ആണ്. ട്രൈ ടു ഗീവ് വിത്തിൻ യുവർ മീൻസ് റാദർ ദാൻ ബീങ് ഡിസാറ്റിസ്ഫൈഡ്. ഇതും എന്താണ്, ഇംപെരേറ്റീവ് ആണ്. അതായത് ട്രൈ എന്ന് പറയുന്ന വെർബ് വെച്ചാണ് തുടങ്ങുന്നത്. ഇനി ടേൺ ദ പോസിറ്റീവ് സെന്റൻസസ് ഇൻടു നെഗറ്റീവ് സെന്റൻസസ് ആൻഡ് വൈസ് വേഴ്സ. ഇനി ഇവിടെയുള്ള പോസിറ്റീവ് സെന്റൻസുകളെ നെഗറ്റീവ് സെന്റൻസ് ആയിട്ടും നെഗറ്റീവ് സെന്റൻസുകളെ പോസിറ്റീവ് സെന്റൻസ് ആയിട്ടും ടേൺ ചെയ്യാം. ഒന്ന്, ഹി ഈസ് എ സ്റ്റുഡൻറ് ഹു വർക്ക്സ് ഹാർഡ്. അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇതിനെങ്ങനെ നെഗറ്റീവ് ആക്കുക? ഹി ഈസ് നോട്ട് എ സ്റ്റുഡൻറ് ഹു വർക്ക്സ് ഹാർഡ്. അവൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് അല്ല. അടുത്തത്, ഷീ ഈസ് ആൻ അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഗേൾ. എങ്ങനെ നെഗറ്റീവ് ആക്കുക? ഷീ ഈസ് നോട്ട് ആൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഗേൾ. ഈസ് ഷീ എ ഡോക്ടർ. എങ്ങനെയാ ചേഞ്ച് ചെയ്യുക? ഈസിൻഡ് ഷീ എ ഡോക്ടർ. അതുപോലെ തന്നെ ക്യാൻ യു നോട്ട് സിങ്, അതായത് ക്യാൻ യു സിങ്. ഡു നോട്ട് ഈറ്റ് കോൾഡ് ഫുഡ്. ഈറ്റ് കോൾഡ് ഫുഡ്.
He doesn't like sour food. He likes sour food. He does not speak German. He speaks German. ഇനി അടുത്തത് യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. മേരി സ്റ്റഡീസ് വെൽ. ഏതാണ് ഇതിലെ ഓക്സിലറി? സ്റ്റഡീസ് എന്നുള്ളതിന്റെ എസ് ഫോം ഡസ്. തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ്, നോട്ട് ചേർത്തു. ഡസിന്റ് മേരിക്ക് പകരം പ്രോനൗൺ ഷീ. ഡസിന്റ് ഷീ. ഹി ഈസ് നോട്ട് വെൽ. ഈസ് ഹി. ദേ സോ അസ്. ഡിഡിന്റ് ദേ. The day is good. Isn't it? It has stopped raining. Hasn't it? They are not to blame. Are they? He came late. Didn't he? She can swim. Can't she? Everyone was happy. Weren't they? അതായത് എവരി വണ്ണിന് പകരം നമ്മൾ ദേ കൊടുക്കണം. ദേ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാസ് എന്നുള്ളത് പ്ലൂരൽ ആയിട്ടുള്ള വേറിലേക്ക് മാറണം. വേറിന്റ് ദേ. ഐ ആം ഓൺ ടൈം. ഇതിൻ്റെ ആറിൻ്റെ ഐ എന്നാണ് വരിക. കാരണം ആമിൻ്റെ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആമയുടെ നെഗറ്റീവ് വരുന്നത് ആറിൻ്റെ ഐ എന്നാണ്. വൺ ഹാസ് ടു ലവ് വൺ സെൽഫ്. ഹാസിൻറ്റ് വൺ. വൺ എന്നുള്ളതിന് സബ്ജക്റ്റ് ആയാൽ വൺ തന്നെ എടുക്കണം. വൺ ഹാസിൻറ്റ് വൺ. ലെറ്റസ് വാച്ച് ഫുട്ബോൾ. ഷാൾ വി. ലെറ്റസ് ഷാൾ വി. ഹി കനോട്ട് റൺ. ക്യാൻ ഹി? ദേ ആർ നോട്ട് ഏർലി. ആർ ദേ? No one gave the correct answer. Gave means did they. No one എന്നുള്ളത് നെഗറ്റീവ് ആണ്. സോ no one പകരം they. അപ്പോൾ did they. gave എന്നുള്ളതിന് പകരം did they. Neither of them could have done this. Could they? Neither of them they. Neither of ന് പകരം സബ്ജക്റ്റ് ദേ. നൈദർ എന്നുള്ളത് നെഗറ്റീവ് ആണ്. സോ കുഡ് ദേ. ഇനി സ്റ്റോപ്പ് ടോക്കിംഗ് നോൺസെൻസ്. ഇതൊക്കെ ഇമ്പരേറ്റീവ് സെന്റൻസുകളാണ്. അപ്പൊ നമുക്ക് ഒന്നുകിൽ വിൽ യു കൊടുക്കാം, അല്ലെങ്കിൽ പൊളൈറ്റ് ആണെന്നുള്ളതിനെ കാണിക്കാൻ വോണ്ട് യു കൊടുക്കാം. അപ്പൊ സ്റ്റോപ്പ് ടോക്കിംഗ് നോയ്സ്. വിൽ യു. യൂസ് യുവർ കോമൺ സെൻസ്. വിൽ യു. പ്ലീസ് പാസ് ദ സോൾട്ട്. വിൽ യു. കീപ് ക്വയറ്റ്. വിൽ യു. Please sit there. Will you? Read it aloud. Read it aloud. Will you? Be careful when you drive the car. Won't you? Take care of your health. Won't you? Study well. Will you? അപ്പോൾ എന്താ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ വിൽ യു ഓർ വോണ്ട് യു. വോണ്ട് യു കൊടുക്കുമ്പോൾ എന്തായിരിക്കും? കൂടുതൽ പൊളൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. എവരി വൺ ക്യാൻ ഡു ദിസ്. ക്യാൻഡ് ദേ. ഇനി താഴെ പറയുന്നവയുടെ പ്ലൂരല് എഴുതണം. കാഫ്. കാഫ് കാൾവ്സ്. സ്കാഫ് സ്കാർവ്സ്. ഫോട്ടോ ഫോട്ടോസ്. ഡൈനാമോ ഡൈനാമോസ്. ഫോളിയോ ഫോളിയോസ്. Knife, knife, knives. Shelf, shelves. Leaf, leaves. Woman, women. Goose, geese. Mouse, mice. Louse, lice. അടുത്തത് കമാൻഡർ ഇൻ ചീഫ്. കമാൻഡേഴ്സ് ഇൻ ചീഫ്. കോർട്ട് മാർഷൽ. കോർട്സ് marshal. Man of war. Men of war. Woman hater. Woman hater. Woman haters.
boyfriend, boyfriends, lady doctor, lady doctors, grown up, grown ups, pickpocket, pickpockets, man servant, men servants, woman servant, women servants, lord justice, lords justices, radius, radii, nucleus, nuclei, phenomenon, phenomena. ഇനി റൈറ്റ് ഫെമിനൈൻ ഫോം, ഇവയുടെ സ്ത്രീലിംഗം എഴുതുക എന്നുള്ളതാണ്. ബാച്ചിലർ, ബാച്ചിലർ എന്നുള്ളതിനെ ബാച്ചിലററ്റ്, സ്പിൻസ്റ്റർ, വിവാഹം കഴിക്കാത്ത മധ്യവയസ്കയായുള്ള സ്ത്രീകൾക്ക് സ്പിനിസ്റ്റർ എന്ന് പറയും. അതുപോലെ തന്നെ ബാച്ചിലർ, ബാച്ചിലററ്റ്. വിസാർഡ് എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് വിച്ച്. ഡിയർ, ഡിയർ എന്നുള്ളതിന് ഡു, DOE, ഡു ഓർ ഹിന്റ്. ഡോഗ്, ബിച്ച്. ലാഡ്, ലാസ്, ലാഡ്, ലാസ്. കിങ്, ക്യൂൻ. കൗണ്ട്, കൗണ്ടസ്. ഓതർ, ഓതറസ്. പ്രീസ്റ്റ്, പ്രീസ്റ്റസ്. എംപറർ, എംബ്രസ്. ഹെയർ, ഹെയറസ്. ഹെയർ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശി നാം, ഹെയറസ്. മോൺസ്റ്റർ, മോൺസ്ട്രസ്. ഹി ഗോട്ട്, ഷീ ഗോട്ട്. ലാൻഡ്ലോഡ്, ലാൻഡ്ലേഡി. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. മിൽക്ക് മാൻ, മിൽക്ക് മെയ്ഡ്. ഷഫേർഡ്, ഷഫേർഡസ്. മാസ്റ്റർ, മിസ്ട്രസ്. പാട്രൺ, പാട്രണസ്. സെയിൽസ്മാൻ, സെയിൽസ് വുമൺ. മെർമാൻ, മെർമെയ്ഡ്. ബ്രൈഡ്ഗ്രൂം, ബ്രൈഡ്. ഫോക്സ്, വിക്സൺ. വിഡോവർ, വിഡോ. ഹീറോ, ഹീറോയിൻ. ബാരോൺ, ബാരോണസ്. ഇനി അടുത്തത് ആർട്ടിക്കിൾ ചേർക്കാനാണ്. അപ്പൊ നോക്കൂ, ഞാൻ ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആൻസർ വായിച്ചു പറയാ ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എഴുതി ടൈപ്പ് ചെയ്യാനുള്ള സമയക്കുറവ് കാരണമാണ് ഇങ്ങനെ ആൻസർ വായിച്ചു പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ, there is dash storm coming. There is a storm coming. They went to dash market to buy some fish. They went to the market. It was a good decision. It was a. After a year or two they will return. The fox saw a crow sitting in a tree with a piece of cheese in its mouth. An honest man is the noblest work of God. They went to the station, but the train had left. He lit the fire. She wrote a letter to her father and posted it. Would you please pass me the salt? They shall be back in an hour's time. In an. The river was treacherous. The police arrested a one-eyed man. ഒറ്റക്കണ്ണുള്ള മനുഷ്യൻ, one-eyed. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് അഡ്ജക്റ്റീവിന്റെ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്സ് ഡിഗ്രി എഴുതാ ചെയ്യേണ്ടത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി. ടോള്, ടോളർ, ടോളസ്റ്റ്. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. കോൾഡ്, ഞാൻ ആദ്യം പറയുന്നത് കോൾഡ് പോസിറ്റീവ്, കമ്പാരിറ്റീവ് കോൾഡർ, സൂപ്പർലേറ്റീവ് കോൾഡസ്റ്റ്. ഈ ക്രമത്തിലാണ് പറയുന്നത് കേട്ടോ. ഡാർക്ക്, ഡാർക്കർ, ഡാർക്കസ്റ്റ്. ഷോർട്ട്, ഷോർട്ടർ, ഷോർട്ടസ്റ്റ്. ക്ലവർ, ക്ലവറർ, ക്ലവറസ്റ്റ്. സാഡ്, സാഡർ, സാഡസ്റ്റ്. ടെൻഡർ, മോർ ടെൻഡർ, മോസ്റ്റ് ടെൻഡർ.
ഇനി അടുത്തത് റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് ടു ഓർ ഇനഫ് ടു. താഴെ പറയുന്ന ഈ രണ്ട് സെന്റൻസുകളാണ്. അവയെ ടു ഉപയോഗിച്ചിട്ടോ ഇനഫ് ടു ഉപയോഗിച്ചിട്ടോ കമ്പൈൻ ചെയ്യാം. ഒന്ന്, ഷീ ഈസ് സ്ട്രോങ്, ഷീ ക്യാൻ ക്ലൈംബ് ദ മൗണ്ടെയിൻ. ഇത് നമുക്ക് പിന്നെ ഇനഫ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യാം. എങ്ങനെ കമ്പൈൻ ചെയ്യാം? ഷീ ഈസ് സ്ട്രോങ് ഇനഫ് ടു ക്ലൈംബ് ദ മൗണ്ടെയിൻ. അടുത്തത്, ദ മാൻ ഈസ് ക്രൂവൽ, ഹി വിൽ നോട്ട് ഫീഡ് ദ ആനിമൽ. ടു വെക്കാം. ദ മാൻ ഈസ് ടു ക്രൂവൽ ടു ഫീഡ് ദ ആനിമൽ. അടുത്തത്, ദ ഷർട്ട് ഈസ് വെരി സ്മോൾ, ഹി കനോട്ട് വെയർ ഇറ്റ്. ദ ഷർട്ട് ഈസ് ടു സ്മോൾ ടു വെയർ ഇറ്റ്. ധരിക്കാൻ കഴിയാത്ത വിധം ഷർട്ട് ചെറുതാണ്. അടുത്തത്, ദ ബോസ് ഈസ് എ ഡൾ മാൻ, ഹി കനോട്ട് മേക്ക് ദ കമ്പനി സക്സസ്ഫുൾ. ദ ബോസ് ഈസ് ടു ഡൾ ടു മേക്ക് ദ കമ്പനി സക്സസ്ഫുൾ. കമ്പനിയെ വിജയിപ്പിക്കാൻ കഴിയാത്ത വിധം ഡള്ളാണ് ബോസ്. ഐ ആം വെരി ടയേർഡ്, ഐ കനോട്ട് വർക്ക് ടുഡേ. എങ്ങനെ പറയാം? ഐ ആം ടു ടയേർഡ് ടു വർക്ക് ടുഡേ. ഇന്ന് ജോലി ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ ടയേർഡാണ്. The dam is strong, it will hold the flood waters. The dam is strong enough to hold the flood waters. അടുത്തത് വെർബിന്റെ കറക്റ്റ് ഫോമാണ്. ഫോം യൂസ് ചെയ്യണം. ഇവിടെ ഫോം നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. നോക്കൂ, when he dash arrive the train dash ബ്രാക്കറ്റിൽ ലെഫ്റ്റ്. അതായത് when he arrived അവൻ എത്തിയപ്പോൾ, the train had left ട്രെയിൻ പോയിരുന്നു. ഇനി അടുത്തത് I dash leave തിരുവനന്തപുരം tomorrow നാളത്തെ കാര്യം. അപ്പോ I will leave തിരുവനന്തപുരം tomorrow. അടുത്തത് just as she was dash entering the room എന്നാണ് അവിടെ ഉള്ളത്. just as she was entering the room they all run out. അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യണം, they all ran out. കാരണം ആദ്യത്തെ ഭാഗം പാസ്റ്റ് ടെൻസ് അല്ലേ, കാരണം was തന്നിട്ടുണ്ട്, അപ്പൊ പിന്നെ ing രൂപം തന്നെ. just as she was entering the room. രണ്ടാമത്തെ ഭാഗത്ത് they all ran out. the show already had begun before they reached the theater. തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് ഷോ തുടങ്ങിയിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും. he dashed work in New York for 5 years. 4 വരുന്നതാ. അപ്പൊ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വെച്ച് പറയാം. എങ്ങനെ വരിക? he has been working in New York for 5 years. He has been working in New York for 5 years. അടുത്തത് I dash write it to her yesterday. yesterday ആണ്. അപ്പോൾ I wrote it to her yesterday. I wrote it to her yesterday. അടുത്തത് he dash go to the place tomorrow. He will go to the place tomorrow. ഇനി filling the blanks with proper verbs എന്നാ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടില്ല. ശരിക്കും ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ബ്രാക്കറ്റിൽ തരേണ്ടതാണ്. എ പോയറ്റ് ആൻഡ് എ ക്രിട്ടിക് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് വ്യക്തികളാണ്. സോ 6. He thought that 6 feet was 6 feet എന്നുള്ളതിനെ നമ്മൾ ഒന്നിച്ച് കാണുന്നു. സോ അതുകൊണ്ടാണ് വാസ് പറഞ്ഞത്. അടുത്തത് വൺ ഓഫ് ദ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗുലർ ആണ്. വൺ ഓഫ് ദ പ്ലേയേഴ്സ് സിംഗുലർ ആണ്, പ്ലേയേഴ്സിൽ ഒന്ന്. അപ്പൊ നമുക്ക് സിംഗുലർ ആയിട്ടുള്ള വെർബ് ഉപയോഗിക്കണം.
വാസ്. അതുപോലെ തന്നെ there ഡാഷ് സം ഫേമസ് പീപ്പിൾ. സം ഫേമസ് പീപ്പിൾ എന്നുള്ളത് എന്താണ്? പ്ലൂരൽ ആണ്. അപ്പൊ there are many a passenger. many a passenger എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. many a passenger. അപ്പൊ സിംഗുലർ വെർബ് ഉപയോഗിക്കണം was. എന്നാൽ a good many passengers പ്ലൂരൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേർ ഉപയോഗിക്കണം. ദ ന്യൂസ് ഓഫ് ദി എർത്ത് ദ ന്യൂസ് ഓഫ് ദി എർത്ത് എന്താണ്? സിംഗുലർ ആണ്. ദ ന്യൂസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. ആ വാക്ക് എസ് ഉണ്ട് എന്നുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ദ ന്യൂസ് ഓഫ് ദ എർത്ത് വാസ് എന്നോ മറ്റോ ഉപയോഗിക്കണം. ഇനി പൊളിറ്റിക്സ് സിംഗുലർ ആണ്. പൊളിറ്റിക്സ് അത് സബ്ജക്റ്റിന്റെ പേരാണ്. സോ ഈസ് നോട്ട് എവരി വൺസ് ഗെയിം. ദ യുണൈറ്റഡ് കിങ്ഡം എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വെർബ് ഈസോ മറ്റോ നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലർ ആയ വെർബ് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. മീസിൽസ് എന്നുള്ളത് ഒരു രോഗത്തിന്റെ പേരാണ്. ആ എസ് കരുതിയിട്ട് നമ്മളത് പ്ലൂരലാന്ന് കരുതണ്ട. ഈസ് നോട്ട് എ കോമൺ ഡിസീസ് നൗ. 4ാമത്തെ യൂണിറ്റ് ആണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. 4ാമത്തെ യൂണിറ്റ് വരുന്നത് പ്രിസീസ് എന്നുള്ളതാണ്. പ്രിസി റൈറ്റിംഗ് ഉണ്ടല്ലോ, അതായത് നമുക്കിത് അറിയാവുന്ന സംഭവമാണ്. അതായത് ഒരു എസ്സേ നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ 3-1 ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു പ്രിസി എഴുതുന്നതിന് ആവശ്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഹൗ ടു റൈറ്റ് എ ഗുഡ് പ്രിസി. ഒരു നല്ല പ്രിസി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹിയർ ആർ സം ടിപ്സ് ടു റിമെമ്പർ വൈൽ പ്രിപ്പയറിങ് എ പ്രിസിസ്. നമ്മളൊരു പ്രിസി തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തേത്, റീഡ് ദ പാസേജ് തറോലി ആൻഡ് കെയർഫുള്ളി ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചും മുഴുവനായിട്ടും പാസേജ് വായിച്ച് മനസ്സിലാക്കുക. റീഡ് ദ പാസേജ് തറോലി ആൻഡ് കെയർഫുള്ളി ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. അപ്പൊ മീനിങ് മനസ്സിലാക്കുക, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ചുരുക്കി എഴുതാൻ, റെഡ്യൂസ് ചെയ്ത് എഴുതാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മീനിങ് മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് തറോ ആയിട്ട് പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കുക. അടുത്തത്, ഇഫ് പോസിബിൾ അണ്ടർലൈൻ ഓർ ട്രൈ ടു റിമെമ്പർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി പാസേജ്. നമ്മൾ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നുകിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓർത്തു വെക്കാം. അണ്ടർലൈൻ ഓർ ട്രൈ ടു റിമെമ്പർ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി പാസേജ്. 3, സ്റ്റിക്ക് ടു സിമ്പിൾ ലാംഗ്വേജ് ആസ് ഫാർ ആസ് പോസിബിൾ. ഒരു പ്രിസി എഴുതുമ്പോൾ കഴിയുന്നത്ര ലളിതമായ ഭാഷയിൽ എഴുതാൻ ശ്രമിക്കാം. റിമൂവ് അൺഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്, മൾട്ടിപ്പിൾ എക്സാമ്പിൾസ്, എക്സ്റ്റെൻസീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കീപ് ഓൺലി ദ വെരി എസെൻഷ്യൽ ഡീറ്റെയിൽസ്. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ വായിച്ച ഭാഗത്ത് വരുന്ന പ്രാധാന്യമില്ലാത്ത ഡീറ്റെയിൽസ്, വിവരണങ്ങൾ, വിശദ വിവരങ്ങൾ, മൾട്ടിപ്പിൾസ് എക്സാമ്പിൾസ്, അധികമായി വരുന്ന ഉദാഹരണങ്ങൾ, എക്സ്റ്റെൻസീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ദീർഘമായിട്ടുള്ള വിവരങ്ങൾ, കണക്കുകൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കീപ് ഓൺലി ദ വെരി എസെൻഷ്യൽ ഡീറ്റെയിൽസ്, അത്യാവശ്യമായത് മാത്രം എഴുതുക. ഇനി ഫ്രം ആൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ദ പ്രിസീസ് ഷുഡ് ബി 1/3 ഓഫ് ദി ലെങ്ത് ഓഫ് ദി ഒറിജിനൽ പാസേജ്. നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, ഒരു എക്സാം രീതിയിൽ പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പാസേജിന്റെ 1/3 ചുരുക്കി എഴുതാന്നാണ്. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പ്രിസി. നമ്മളെ പ്രിസിക്ക് എന്ത് ചെയ്യാം? നല്ലൊരു അനുയോജ്യമായ ടൈറ്റിൽ കൊടുക്കുക. എന്നാൽ ആ ടൈറ്റില് നോട്ട് ടു ലോങ് ഓർ നോട്ട് ടു ഷോർട്ട്, വളരെ വലുതോ വളരെ ചെറുതോ ആവരുത്. സിൻസ് എ പാസേജ് ഹാസ് ടു ബി സ്മോൾ, in most cases the précis only one paragraph.
അധിക കേസുകളിലും പ്രിസി എന്ന് പറയുമ്പോൾ അത് വളരെ ഷോർട്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ അധികവും ഒരു പാരഗ്രാഫിൽ ഒതുങ്ങാറുണ്ട്. എ പ്രിസീസ് ഈസ് നോട്ട് ആൻ എസ്സേ ആൻഡ് ഈസ് നോട്ട് ലോങ്. ഒരു പ്രിസി എന്ന് പറയുമ്പോൾ അതൊരു എസ്സേ അല്ല, അതുകൊണ്ട് തന്നെ വളരെ ലോങ് ആയിട്ടും എഴുതരുത്. അത്യാവശ്യമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതാം. സമ്മറൈസിങ് ഡസ് നോട്ട് മീൻ ആഡിങ് ന്യൂ ഐഡിയാസ്. അതായത് നമ്മളിവിടെ സമ്മറൈസ് ചെയ്യാണ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ ഐഡിയാസിനെ കൊണ്ടുവരണ്ട, ആഡ് ചെയ്യണ്ട. ദ പ്രിസി ഹാസ് ടു ബി ട്രൂ ടു ദി ഒറിജിനൽ ടെക്സ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന പാസേജില്ലേ വായിക്കാൻ പറഞ്ഞിട്ട് അതിലുള്ള കാര്യങ്ങൾ എന്താണോ അത് ചുരുക്കുക, പുതിയത് ആഡ് ചെയ്യരുത്. ദ പ്രിസീസ് ഹാസ് ടു ബി ഇൻ തേർഡ് person even if the original text is in first person or if it is in the form of a dialogue. നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ ടെക്സ്റ്റ് ഒരു ഡയലോഗിൻ്റെയോ ഫസ്റ്റ് പേഴ്സൺ ഐ എന്നുള്ളതും ഐ എന്ന പ്രോനൗണിൻ്റെ രൂപങ്ങളും ഉപയോഗിച്ചാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ആ നമ്മൾ പ്രിസി എഴുതുമ്പോൾ തേർഡ് പേഴ്സണിലേക്ക്, അതായത് ഹി എന്നുള്ളതോ ഷീ എന്നുള്ളതോ ദേ എന്നുള്ളതോ ഇറ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ പീപ്പിൾ, ഇതുപോലെ തേർഡ് പേഴ്സണെ കാണിക്കുന്ന പ്രോനൗൺസും അതുപോലെ തന്നെ വാക്കുകളും ഉപയോഗിക്കാം. അപ്പം ഇത്രയാണ് നല്ല രീതിയിൽ ഒരു പ്രിസി എഴുതാൻ ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അപ്പം മൂന്നിലൊന്നാക്കി സംഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഇവിടുന്നും എടുത്ത് എഴുതലല്ല. നമുക്ക് തന്നിരിക്കുന്ന പാസേജ് മൊത്തം വായിക്കുക, അതിൻ്റെ ആശയം ചുരുക്കി ഉണ്ടാക്കുക, അതിനൊരു ടൈറ്റിൽ കൊടുക്കുക. ഇനി ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 പാസേജസ് ഇവിടെ തന്നിട്ടുണ്ട്. കാരണം പാസേജ് 1, 2, 3 3 പാസേജ് തന്നിട്ടുണ്ട്, അത് ചുരുക്കിയിട്ടും തന്നിട്ടുണ്ട്. അതൊക്കെ വായിച്ച് പറയാമെന്ന് പറഞ്ഞാൽ സമയമെടുക്കും. അതുകൊണ്ട് ഞാനിതിൻ്റെ കണ്ടന്റ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, അതൊക്കെ നിങ്ങൾ വായിക്കാം. ഇനി 5ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എസ്സേ റൈറ്റിംഗ് ആണ്. എസ്സേ എന്ന് പറയുമ്പോൾ പല രീതിയിൽ എസ്സേ എഴുതാൻ പറ്റും. എന്നാൽ എസ്സേസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു, പൊതുവെ എസ്സേകളെ തരം തിരിച്ചിട്ടുണ്ട്. എത്ര തരമുണ്ട് എസ്സേകൾ? ഇൻടു 4 മേജർ ടൈപ്പ് ഫോർ ക്ലാരിറ്റി. നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു വ്യക്തത വരുന്നതിന് വേണ്ടി, ക്ലാരിറ്റി വരുന്നതിന് വേണ്ടി എസ്സേകളെ 4ആക്കി തിരിച്ചിട്ടുണ്ട്. 4 തരത്തിലാണ്. ഏതൊക്കെയാ? എക്സ്പോസിറ്ററി, നരേറ്റീവ്, പെർസ്വസീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്. ഇനി എന്താണ് എക്സ്പോസിറ്ററി എസ്സേ എന്ന് പറഞ്ഞാൽ? An expository essay requires the students to explore. ഒരു എക്സ്പോസിറ്ററി എസ്സേ എഴുതുമ്പോൾ അത്തരം ഒരു എസ്സേ സ്റ്റുഡൻസിനോട് ആവശ്യപ്പെടുന്നത് requires the students to explore an idea, communicate factual information. അപ്പം എന്താ പറയുന്നത്? ഒരു ഐഡിയ എക്സ്പ്ലോർ ചെയ്യുക, ഒരാശയം കണ്ടെത്തുക, അതുപോലെ തന്നെ ഫാക്ച്വൽ ഇൻഫോർമേഷൻ, ഫാക്റ്റുകൾ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, ആ എസ്സേക്കകത്ത് പറയുന്ന കാര്യങ്ങളെ സമാനമായ കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുക, കോൺട്രാസ്റ്റ്, വ്യത്യാസങ്ങൾ കണ്ടെത്തുക, പ്രൊവൈഡ്, അതുപോലെ തന്നെ ഇവാലുവേറ്റ്, വിഷയങ്ങളെ മൂല്യനിർണ്ണയം നടത്തുക, വിലയിരുത്തുക, provide a clear and focused explanation of a particular topic. ഒരു നിശ്ചിത വിഷയം, തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം, ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളതും അതുപോലെ തന്നെ ഉദാഹരണ സഹിതവുമായിട്ടുള്ള വിശദീകരണങ്ങൾ റീഡേഴ്സിന് നൽകുക. ഇനി നരേറ്റീവ് എസ്സേ എന്ന് പറഞ്ഞാൽ, നരേറ്റീവ് എസ്സേസ് ആർ അനക്ഡോട്ടൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് ആളുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം അതിനെ രസകരമായ രീതിയിൽ വിവരിച്ചു കൊടുക്കുക, അതാണ് അനക്ഡോട്ടൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്.
അതായത് ഒരു കഥ പറയുന്ന രീതിയിൽ. ഇറ്റ് ടെൽസ് എ വിവിഡ് സ്റ്റോറി യൂഷ്വലി ഫ്രം എ പെർട്ടിക്കുലർ പേഴ്സൺസ് വ്യൂ പോയിന്റ്. ഇത്തരത്തിലുള്ള എസ്സേക്കകത്ത് ഒരു കഥ വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണിത്, നറേറ്റീവ് എസ്സേ. ഇനി പെർസ്യൂസീവ് എസ്സേ. എ പെർസ്യൂസീവ് എസ്സേ ഹാസ് എ സ്ട്രോങ് പെർസ്യൂസീവ് ആർഗ്യുമെന്റ്. ഒരു പെർസ്യൂസീവ് എസ്സേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ശക്തമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്, ഒരു വാദം, അതായത് ഒരു വിഷയത്തെ ശക്തമായിട്ട് വാദിക്കുക. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു കൺവിൻസ് ദ റീഡർ ഓഫ് ആൻ ഒപ്പീനിയൻ ബൈ വാക്കിംഗ് ത്രൂ എ നമ്പർ ഓഫ് ലോജിക്കൽ ആർഗ്യുമെന്റ്സ്. യുക്തിപരമായിട്ടുള്ള ഏതാനും ആർഗ്യുമെന്റ്സ്, വാദങ്ങളിലൂടെ ഒരു അഭിപ്രായത്തെ റീഡർക്ക്, വായിക്കുന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമ്മൾ പറയുന്ന അഭിപ്രായത്തെ തെളിവ് സഹിതം വായിക്കുന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് പെർസ്യൂസീവ് എസ്സേ. ദ പെർസ്യൂസീവ് എസ്സേ ക്യാൻ ആൾസോ ബി കോൾഡ് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ. എന്തുകൊണ്ട്? ആസ് ഇറ്റ് ആർഗ്യൂസ് ഇൻ സപ്പോർട്ട് ഓഫ് ആൻ ഐഡിയ. അതായത് ഈ ഒരു എസ്സേയിൽ ഒരു ഐഡിയ പറയും, ആ ഐഡിയക്ക് സപ്പോർട്ടിന് വേണ്ടി വാദിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ആ എസ്സേക്കകത്തൊരു കാര്യം പറയുന്നുണ്ടാവും, അത് ശരിയാണെന്ന് സമർത്ഥിക്കുക, അത് വാദിക്കുക, റീഡേഴ്സിൽ നിന്നും അതിന് സപ്പോർട്ട് നേടിയെടുക്കുക. ഇതൊക്കെയാണ് പെർസ്യൂസീവ് എസ്സേ ചെയ്യുന്നത്. അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ആണ്. ഇനി ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്ന് പറയുമ്പോൾ എ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ഗിവ്സ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സംതിങ്. അതായത് വളരെ വിശാലമായിട്ടുള്ള ഒരു വിവരണം നൽകുക, വിശദമായി അങ്ങോട്ട് വിവരിക്കുക. അത് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്. അതൊരു പേഴ്സൺ ആവാം, ഒരു ഒബ്ജക്റ്റ് ആവാം, ഒരു എക്സ്പീരിയൻസ് ആവാം, ഒരു പ്ലേസ് ആവാം, ഒരു സിറ്റുവേഷൻ ആവാം. ഒരു സാഹചര്യമോ ഒരു സ്ഥലമോ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ വിശദമായി വിവരിക്കുന്നതാണ് എന്ത്? ഡിസ്ക്രിപ്റ്റീവ് എസ്സേ. ഇനി കമ്പോണൻസ് ഓഫ് ആൻ എസ്സേ. ഒരു എസ്സേയുടെ ഭാഗങ്ങൾ, പാർട്ടുകൾ. എവറി എസ്സേ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 ഡിസ്റ്റിങ്ക്റ്റ് പാർട്ട്. ഏതൊരു എസ്സേക്കും 3 വ്യത്യസ്തമായ ഭാഗങ്ങളുണ്ട്. 1 ഇൻട്രൊഡക്ഷൻ, 2 ഡെവലപ്മെന്റ് ഓഫ് ആൻ ഐഡിയ, 3 കൺക്ലൂഷൻ. ഇതാണ് 3 ഭാഗങ്ങൾ. ഒന്നാമത്തേത് ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തേത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി പാരഗ്രാഫ്സ്, 3 കൺക്ലൂഷൻ. ഇൻ സ്മാളർ എസ്സേസ്, ചെറിയ എസ്സേകളിൽ ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ ക്യാൻ ബി ഇൻ എ സിംഗിൾ പാരഗ്രാഫ്. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഓരോരോ പാരഗ്രാഫേ ഉണ്ടാവുള്ളൂ. ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഐഡിയ ക്യാൻ ബി മെയ്ഡ് ഇൻ മെനി പാരഗ്രാഫ്. എന്നാൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഐഡിയ, അതായത് ബോഡി പാരഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ അത് പല പാരഗ്രാഫ് ഉണ്ടാവും. അതായത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു പാരഗ്രാഫും കൺക്ലൂഷൻ എന്ന് പറയുന്നത് അവസാനത്തിൽ ഒരു പാരഗ്രാഫും. അതിനിടയ്ക്ക് ഡെവലപ്മെന്റ് ഓഫ് ദി ഐഡിയ പല പാരഗ്രാഫുകൾ വരാം, 3 പാരഗ്രാഫ് വരാം, 5 പാരഗ്രാഫ് ഒക്കെ വരാം. ഇനി ശേഷം ഓരോ തരത്തിലുള്ള എസ്സേകളും ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ അതൊക്കെ വായിച്ചു പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും. അതായത് 4 എക്സാമ്പിൾ, എക്സ്പോസിറ്ററി എസ്സേയും തന്നിട്ടുണ്ട്, നറേറ്റീവും തന്നിട്ടുണ്ട്, പെർസ്യൂസീവും ഡിസ്ക്രിപ്റ്റീവും, എല്ലാറ്റിനും ഓരോ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് വായിക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്നുള്ളതാണ്. റിപ്പോർട്ട് റൈറ്റിംഗ് നോക്കൂ. ഒന്നാമത് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് റിപ്പോർട്ട് എന്നുള്ളതാണ്. ഒരു നല്ല റിപ്പോർട്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇനി നമുക്കറിയാം, റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ട്, കോളേജ് മാഗസിൻ റിപ്പോർട്ട് ഉണ്ട്, അല്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. റിപ്പോർട്ടുകളുടെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ്?
ദ ഫോളോവിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് റിപ്പോർട്ട്. താഴെ പറയുന്നവയാണ് ഒരു നല്ല റിപ്പോർട്ടിന്റെ സവിശേഷതകൾ. ഏതാനും സവിശേഷതകളുണ്ട്. അതായത് ഒന്ന്, ക്ലിയർ ഒബ്ജക്റ്റീവ്, വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. പ്രോപ്പർ സ്ട്രക്ചർ, കൃത്യമായ സ്ട്രക്ചർ, ഘടന ഉണ്ടായിരിക്കണം. ഈസി ആൻഡ് ക്ലിയർ ലാംഗ്വേജ്, വ്യക്തമായ സിമ്പിൾ ലാംഗ്വേജ് വേണം. ഓഡിയൻസ് അപ്രോപ്രിയേറ്റ് ജാർഗൺസ്, ഓഡിയൻസിന് യോജിച്ച വാക്കുകൾ, ലാംഗ്വേജ് ഉപയോഗിക്കണം. ആക്യുറേറ്റ് ഇൻഫോർമേഷൻ, കൃത്യമായിട്ടുള്ള വിവരം നൽകണം. ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠമായിരിക്കണം കാര്യങ്ങൾ. റെലവൻസ്, പ്രാധാന്യമുള്ളത്. കൺസൈസ്നസ്, കൃത്യത. അട്രാക്റ്റീവ് പ്രസന്റേഷൻ, ആകർഷകമായിട്ടുള്ള അവതരണം. ഇനി റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ ഓഫ് എ റിപ്പോർട്ട് എന്താണ്? റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ആദ്യമായിട്ട് ടൈറ്റിൽ വേണം, ടേബിൾ ഓഫ് കണ്ടന്റ്സ് വേണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം, ഇൻട്രൊഡക്ഷൻ, ദ കണ്ടന്റ് ഓഫ് ദ റിപ്പോർട്ട് ആൻഡ് പ്രൊസീജിയർ ഫോളോവ്ഡ്, ഫൈൻഡിങ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്ന പേജ് വേണം, കൺക്ലൂഷന് വേണം, അപ്പൻഡിസസ് അതായത് അഡീഷണൽ ആയിട്ട് വല്ല റഫറൻസ് പോലെ എന്തെങ്കിലുമൊക്കെ ഇതിന് പുറമെ നൽകുന്നുണ്ടെങ്കിൽ, ബിബ്ലിയോഗ്രഫി, എവിടുന്നൊക്കെയാണ് വസ്തുതകൾക്ക് വേണ്ടി എവിടെയെല്ലാം റെഫർ ചെയ്തു. ഇനി അപ്പോൾ ഇവിടെ ഒരു വലിയ സ്ട്രക്ചറാണിത്. സച്ച് എ സ്ട്രക്ചർ ക്യാൻ ബി ഫോളോവ്ഡ് ഫോർ ലാർജ് ആൻഡ് കോംപ്രിഹെൻസീവ് റിപ്പോർട്ട്. അതായത് വിശാലമായ റിപ്പോർട്ടുകൾക്കാണ് ഇത്രയും വിശാലമായ വലിയ സ്ട്രക്ചർ ഉപയോഗിക്കുക. എന്നാൽ however a newspaper or magazine report can have simple structure. എന്നാൽ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ മാഗസിൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ലളിതമായിരിക്കും. ഏതുപോലെ? ഹെഡ്ലൈന്, റിപ്പോർട്ടേഴ്സ് നെയിം, പ്ലേസ് ആൻഡ് ഡേറ്റ്. ഇത് റിപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എല്ലാ റിപ്പോർട്ടിലും വേണമെന്നില്ല. ഇനി ബോഡി പാരഗ്രാഫ്, അതിൻ്റെ ബോഡി, കൺക്ലൂഷൻ. അപ്പം ഇത്തരമൊരു റിപ്പോർട്ട് നമുക്കും എഴുതാം സിമ്പിളായിട്ട്. ഇനി 2 സാമ്പിൾ റിപ്പോർട്ടുകൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് ആ സാമ്പിൾ റിപ്പോർട്ട് ഒന്ന് വായിക്കാം. അപ്പം ഇതോടുകൂടി നമ്മുടെ 4ാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ആളുകളും വീഡിയോ അവസാനം വരെ കാണാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം, കാരണം ഇനി അധികം സമയമല്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, wish you all the best. Thanks for watching.